നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് എല്ലും കപ്പയും അഥവാ കപ്പ ബിരിയാണിയാണ്. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ചേർത്തിട്ടുണ്ട്. അല്പം തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 20 തുടം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം നമ്മൾ ചെറിയ ഒരു ഇഞ്ചിയുടെ കഷ്ണം അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഒരു സവോള സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. പച്ചമുളക് 20 ചെറിയുള്ളി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് നമ്മൾ ലൈറ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇറച്ചിയുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു 750 ഗ്രാം മുഴനെഞ്ചാണ് എടുത്തിരിക്കുന്നത്. മുഴനെഞ്ചും മസാലയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇനി ഇത് വേവിക്കുന്നതിന് വേണ്ടി നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം. കപ്പ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കൂടി ആകുമ്പോഴത്തേക്കും നമ്മുടെ കപ്പ ഏകദേശം നന്നായിട്ട് വെന്ത് വരുന്നതായിരിക്കും.